അച്ഛനെന്താ പറയാണ്ട്? അല്ല ഇപ്പം എവിടെയുള്ളത്? ബസ് സ്റ്റോപ്പിലോ? അവിടെ നിന്ന് ഇപ്പോൾ വേറെ വണ്ടികൾ. അച്ഛനൊരു കാര്യം ചെയ്യ്, അവിടെ തന്നെ നിന്നോ. ഞാൻ ഏട്ടനോട് കാർ എടുത്ത് വരാൻ പറയാം. ആ നിന്റെ അച്ഛനെ ഞാൻ കാർ എടുത്ത് കൂട്ടാൻ പോണ? നീ ആള് കൊള്ളാലടി. അല്ല എന്തിനു മൂപ്പരിപ്പ് ഇങ്ങോട്ട് എഴുന്നണ്ടെന്ന്? കുറേ ആയില്ലേട്ടാ ഞാൻ അങ്ങോട്ട് പോയിട്ട്. അവനെ കാണാൻ തോന്നിട്ട് വരിക. അതിന് നീ എങ്ങോട്ട് പോവേ? ആ ചെറ്റ പുറയിലേക്കോ? എടി അതൊക്കെ ഒരു വീടാണ്. എൻ്റെ ഭാര്യ ആ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് നാണക്കേടാണ്. അതാടി നിന്നെ ഞാൻ പറഞ്ഞേക്കാത്തത്. എപ്പോഴും എന്നെ എൻ്റെ വീട്ടുകാരും തരം താഴ്ത്തിയാണല്ലോ ഏട്ട സംസാരം. പിന്നെന്തിനാ ആ വീട്ടിൽ വന്നിട്ട് പെണ്ണെടുത്ത്? അത് കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ നിനക്ക് ആലോചിച്ചോളേ. ഞാൻ ഈ നാട്ടിൽ ചെയ്യാത്ത ഒരു പൊരുത്തക്കേടും ഇല്ല. ഇപ്പൊ പെണ്ണ് ആലോചിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു പെണ്ണും കിട്ടുന്നില്ല. അതല്ലേടി അത്രയും ദൂരം വന്നിട്ട് ഗതിയില്ലാത്ത നിന്നെ കെട്ടിയത്. മരുമോൻ പൈസക്കാരനാണെന്ന് പറഞ്ഞപ്പോ ഒന്നും അന്വേഷിക്കാണ്ട് വേഗം പിടിച്ച് കെട്ടിത്തന്നല്ലേ. അല്ല അതുകൊണ്ടിപ്പോ നിങ്ങൾക്കല്ലേ ഗുണമുണ്ടായത്? ചോരാത്ത പുറയിൽ 4 നേരം ഫുഡും അടിച്ച് ഇവിടെ സുഖമായിട്ട് ഇരുന്നൂടെ? അത് പോരടി നിനക്ക്. അത് വന്ന് കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് നിനക്കൊരു വേലക്കാരനല്ലേ വേണ്ടുള്ളൂ. അത് ഞാൻ ഒരു മുടക്കും കൂടെ ചെയ്തിരുന്നില്ലേ. അച്ഛൻ പാവം കുറേ നേരം വെയിലത്ത് നിൽക്കുക. ഒന്ന് പോയി കൂട്ടിയിട്ട് വരുമോ? അല്ല എനിക്ക് അറിയാൻ മേലുണ്ട് ചോദിക്കുകയാണേ, ഈ വെയിലും കൊണ്ട് എന്തിനാണ് നിന്റെ തന്ത ഇങ്ങോട്ട് കെട്ടി എഴുന്നുണ്ടെന്ന്? അല്ല ഇനി പൈസക്കാണാ? ഒന്നു മോളെ, എൻ്റെ പൈസന്ന് എന്തെങ്കിലും 1 രൂപ നീ എടുത്തു കൊടുത്തെന്ന് അറിഞ്ഞാ കൂട്ടാൻ പോവാണത്രേ. പോവാൻ മരടിയാണ്. കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോൾ മോനെ തിരക്കാണെന്ന് തോന്നി, അതുകൊണ്ട് നടന്നു വന്നു. അച്ഛനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന്? വീട്ടിൽ തേങ്ങയിടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതല്ലേ കൊണ്ടുതരാൻ പറ്റുള്ളൂ. നമ്മളെക്കാളും കൂടുതൽ പൈസ ഉള്ളവർക്ക് ഒരിക്കലും ചേതന കെട്ടിച്ചു കൊടുക്കല്ലേ അച്ഛ. അവളെങ്കിലും സന്തോഷമായിരുന്നോട്ടെ. അച്ഛാ, ഇനി കല്യാണത്തിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ എന്നോട് പറഞ്ഞ പോലെ നീ അവിടെ തന്നെ ഇരുന്നോ, വീട്ടിൽ വരണ്ടെന്ന് മാത്രം പറയല്ല അച്ഛാ.